ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുലാവ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പുലാവ് റെസിപ്പി. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോക്കനട്ട് പ്രോൺ പുലാവാണ്. ഒരു വെറൈറ്റി 1 pot കുക്കിംഗ് ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കി നോക്കാം. ഞാൻ ആദ്യമായിട്ട് ഇവിടെ 2 ടീസ്പൂണിൻ്റെ അത്രയും ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അത്രയും ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ 1 pot കുക്കിംഗ് ആയതുകൊണ്ട് തന്നെ കുറച്ച് വലിയ പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് 2 ഉള്ളി വലിയൊരു ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഓഫാക്കാം. ഇതിലേക്ക് 3 പച്ചമുളക് ഞാൻ ജസ്റ്റ് ഒന്ന് ചെരിച്ചാണ് മുറിച്ചിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി ഒന്ന് വാടിക്കിട്ടാനുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഞാനിപ്പം ഉപ്പ് കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അതും കൂടി ഇട്ട് ഒന്ന് അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവാനായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. കാണാം ഉള്ളിയൊക്കെ ഒന്ന് ചെറിയതായിട്ട് നിറമൊക്കെ മാറി. അപ്പം ഈ വാടിയ ഉള്ളിയിലേക്ക് നമുക്കിനി കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 1/2 ടീസ്പൂണിൻ്റെ അത്രയും കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് 1/2 ടീസ്പൂൺ ബിരിയാണി മസാല അല്ലെങ്കിൽ പുലാവ് മസാല കേട്ടോ. അപ്പോൾ ഇതും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം നമുക്ക്. നിങ്ങൾക്ക് പുലാവ് മസാല ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബിരിയാണി മസാല ആണെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് വലുതായിട്ട് നീളത്തിൽ മുറിച്ചിട്ടുള്ള കുറച്ച് ഇഞ്ചിയുടെ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ഒരു ക്യാപ്സിക്കമാണ്. ഞാനിത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നല്ലോണം മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചെമ്മീൻ ഇടണം. അപ്പോൾ ചെമ്മീൻ ഞാനിത് ഉപ്പും കുറച്ച് കുരുമുളകും അതുപോലെ ഒരു നാരങ്ങയുടെ നീരും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുള്ള കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 10-15 മിനിറ്റ് പുരട്ടി വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇതിൽ ഉപ്പ് ഓൾറെഡി ഇട്ട് കൊടുത്തതുകൊണ്ടാണ് ഞാൻ ആദ്യം ഉപ്പ് കുറച്ചിട്ടിട്ടുള്ളത് കേട്ടോ. ഇനി ഇതെല്ലാം നമുക്കൊന്ന് നല്ലോണം മിക്സാക്കി എടുക്കാം. ഇനി ഞാൻ പറഞ്ഞല്ലോ നമ്മളിത് കോക്കനട്ട് ഷ്രിംപ് പുലാവാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് ഒരു തേങ്ങയുടെ നല്ല കട്ടിപ്പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഒരു ഫുൾ തേങ്ങയുടെ കട്ടിപ്പാലാണ്. പക്ഷേ ഏകദേശം ഒരു 3/4 കപ്പിൻ്റെ അത്രയും ഉണ്ടാകത്തുള്ളൂ. അത്രയും നല്ല കട്ടിയായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ച്, വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. അപ്പോൾ നമുക്ക് നല്ല കട്ടിയുള്ള പാൽ തന്നെ വേണം. ഇനി ഈ ഒരു ചെമ്മീൻ ഇതിലേക്ക് ഇറന്നിട്ട് വേണം നല്ലോണം ഒന്ന് വെന്ത് കിട്ടണം. അതുപോലെ നല്ല കുറുകി കിട്ടണം കേട്ടോ ചെമ്മീനും ഈ തേങ്ങാപ്പാലും. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഏകദേശം കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ബാസ്മതിയുടെ അരിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അവിടെ ബാസ്മതി റൈസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 1/2 മണിക്കൂർ ഏകദേശം പുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒന്ന് കഴുകിയിട്ട് അതിനുശേഷമാണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് നല്ലോണം നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മൾ ബാസ്മതി റൈസ് യൂസ് ചെയ്യുമ്പം എപ്പോഴും മുന്നേ ഒന്ന് കുതിർത്ത് വെക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ചിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ അവിടെ അധികം വെള്ളം അങ്ങനെ കണക്ക് നോക്കിയിട്ടൊന്നുമല്ല ഒഴിക്കുന്നത്. ആ ചോറിൻ്റെ മേലെ ഏകദേശം 1 ഇഞ്ച് മേലെ വരെ വെള്ളം വേണം, അത്രേ വേണ്ടൂ. അപ്പം ആ ഒരു കണക്കിലാണ് ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുള്ളത്. നല്ല തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 മുറി പുളിനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് ഞാനിവിടെ ജൂലിയൻസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഉണ്ട്. അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ചൊരു റോസ് വാട്ടറും കൂടി ഒഴിക്കണം. ഏകദേശം 1 ടീസ്പൂണിൻ്റെ അത്രയും റോസ് വാട്ടറും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇപ്പോൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. കോക്കനട്ടിൻ്റെയും അതുപോലെ ചെമ്മീൻ്റെ ഒക്കെ ഫ്ലേവർ വരുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് ഒന്നും അറിയിക്കാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.